ഒരു കമ്പനി മുതലാളിക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പ്രവേശനത്തിന് നിയന്ത്രണം വെച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കമ്പനിയിൽ ജോലിക്കെടുത്തിട്ടുള്ള ആളുകളാണ് ഈ തൊഴിലാളികൾ, ആ മുതലാളി ജോലിക്കെടുത്തിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് ആ തൊഴിലാളികൾ തന്നെ ആ മുതലാളിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, അതെന്തിടപാടാണ്? അതുപോലെ തന്നെ ആ മുതലാളിക്ക് ആ തൊഴിലാളികളോട് ആജ്ഞാനിരോധനങ്ങൾ നൽകാനുള്ള അവകാശത്തിന് ആ തൊഴിലാളികൾ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പറ്റുമോ? ആ തൊഴിലാളികളോട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുന്ന ആരാ? ആ മുതലാളിയുടെ മുകളിലുള്ള ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ആ മുതലാളി അപേക്ഷ സ്വീകരിച്ച് ആ കമ്പനിയിൽ എടുത്തിട്ടുള്ള തൊഴിലാളികൾ തന്നെ ഇത് പറഞ്ഞാലോ? അതാണിപ്പോൾ നമ്മൾ പറയുന്നത്. അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും, തെറ്റാണെന്ന ബോധം ഇല്ലെങ്കിലും തെറ്റാണെന്ന ബോധത്തോടു കൂടിയാണെങ്കിലും, പണ്ഡിതന്മാരാണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്നതിലൂടെ പറയുന്നത് അതാണ്. അത് ധിക്കാരമാണ്, അത് വിവരക്കേടാണ്, അത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതവും രാഷ്ട്രീയവും രണ്ടല്ല, ഒന്നാണ്. രണ്ടാണെന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് ഇതാണ്: ദൈവിക നിയമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരിടം വിശ്വാസിയുടെ ജീവിതത്തിലില്ല. ദൈവിക മൂല്യങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരിടം വിശ്വാസിയുടെ ജീവിതത്തിലില്ല, ഒരിക്കലുമില്ല.